മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ. ആ മുഖം ഇന്ന് മാഞ്ഞു പോയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന ഗ്രാമത്തിൽ 1945 സെപ്റ്റംബർ 10-നാണ് കവിയൂർ പൊന്നമ്മയുടെ ജനനം. തൻ്റെ 14-ാം വയസ്സിൽ അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിൻ്റെ നാടകത്തിലൂടെ ഗായികയായാണ് കലാരംഗത്തേക്ക് വന്നിരിക്കുന്നത്. 1962-ൽ ശ്രീരാമ പട്ടാഭിഷേക എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. 1965-ൽ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. 1962 മുതൽ 2022 വരെ ഏകദേശം 700-ൽ പരം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിൽ ധാരാളമായി അമ്മ വേഷം. മലയാളത്തിലെ പ്രമുഖ നടന്മാരായ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം തുടങ്ങിയ നായകന്മാരുടെ എല്ലാം തന്നെ അമ്മയായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സ്വീകരിച്ചതും ശ്രദ്ധ നേടിയതും മോഹൻലാലിൻ്റെ അമ്മയായപ്പോഴാണ്. മോഹൻലാൽ കവിയൂർ പൊന്നമ്മ അമ്മ മകൻ ബന്ധം കാണാൻ മലയാള പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു. കിഴക്കുടരും പക്ഷികൾ, ഭരതം, കിരീടം, വീണ്ടം കോളനി, നാട്ടുരാജാവ്, വടക്കുംനാഥൻ, ഒപ്പം തുടങ്ങിയ സിനിമകളെല്ലാം ശ്രദ്ധ നേടിയ അമ്മ മകൻ കോമ്പിനേഷനുള്ള സിനിമകളാണ്. മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡുകൾ 1971, 72, 73, 94 കാലഘട്ടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്കും അതിലുപരി മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കും ഈ ഒരു വിയോഗം വളരെ വലിയ നഷ്ടമാണ്. ഈ മുഖം മലയാള മനസ്സിൽ നിന്നും ഒരിക്കലും ആയില്ല. അമ്മയ്ക്ക് പ്രണാമം.